ശ്രീജിത്ത് പണിക്കർ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, നേരത്തെ വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ അവിടെ ഒരു ഭരണമാറ്റം, ഡൽഹിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? മഞ്ജുഷ്, ഈ വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് ഇരുന്നിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ സീറ്റുകൾ കുറഞ്ഞാലും ആം ആദ്മി പാർട്ടി അധികാരം പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അധികാരം നിലനിർത്താനുള്ള ഒരു സാധ്യത. ഇന്ന് രാവിലെ ഡൽഹിയിലുള്ള ഡൽഹിക്കാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഞാൻ ചോദിച്ചപ്പോൾ 40 മുതൽ 45 സീറ്റ് വരെ കിട്ടി BJP ആയിരിക്കും ഇത്തവണ വരിക എന്ന് പറഞ്ഞു. ഡൽഹിക്കാരൻ തന്നെയായിട്ടുള്ള ഒരാളാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് പൊതുവെ ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ അവിശ്വസനീയമായിട്ടാണ് തോന്നിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അതിനെ വിലയിരുത്തുന്നത് കൊണ്ട് നമ്മളൊരു പക്ഷേ മൊത്തത്തിൽ അവിടെയുള്ള വെൽഫെയർ പൊളിറ്റിക്സ് എങ്ങനെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് ആൾക്കാർ സ്വീകരിച്ചത്, വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ആൾക്കാർ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ടൊരു ഡിഫറൻഷിയേറ്റിംഗ് വോട്ടിംഗ് പാറ്റേൺ ലോക്സഭയിലേക്കും പിന്നെ അതേപോലെ തന്നെ നിയമസഭയിലേക്കും ഒക്കെ ഉള്ളതിനെ പറ്റി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് കേവലം ഒരു എക്സിറ്റ് പോൾ അല്ല. തന്നെയുമല്ല, ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളിനെ ആരെങ്കിലും സ്വാധീനിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഗുണമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വോട്ട് മുഴുവനും പെട്ടിയിലായതിനു ശേഷം പിന്നീട് ഒരു 2 ദിവസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നതുകൊണ്ട് പൊളിറ്റിക്കലി യാതൊരു വിധത്തിലുള്ള നേട്ടവും ഒരു പാർട്ടിക്കും ഉണ്ടാകുന്നില്ല. മറിച്ചത് പ്രീ പോൾ സർവേ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയാം. അപ്പൊ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതനുസരിച്ച് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഇവിടെ പരാമർശിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പി മാർക്കിന്റെ ഒരു സർവേ കൂടി ഞാൻ കണ്ടിരുന്നു. പി മാർക്കിന്റെ സർവേയിൽ 39 മുതൽ 49 സീറ്റ് വരെ BJPക്ക് പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പോൾ ഓഫ് പോൾസ് എടുത്തു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഒരു 40 സീറ്റിന് മുകളിലേക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു 40 to 45 സീറ്റ്സ് കിട്ടാനുള്ള ഒരു സാധ്യത BJPക്ക് ഉണ്ട് എന്നാണ് പ്രഡിക്ട് ചെയ്യപ്പെടുന്നത്. അത് സത്യമായിട്ട് വരുമോ അല്ലയോ, ആൾക്കാരെ എത്രത്തോളമാണ് ഈ ഡൽഹി സ്കാം പോലെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് പോലെയുള്ള വിഷയങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രി മാറ്റം എത്ര സ്വാധീനിച്ചിട്ടുണ്ട്, അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്വീകാര്യത ഇപ്പോൾ ഉണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. അതിൽ തന്നെ പറയപ്പെടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹത്തിന്റെ സീറ്റിൽ തോൽക്കാനുള്ള ഒരു സാധ്യതയെ പറ്റി പോലും ഈ എക്സിറ്റ് പോളുകളുടെ ചർച്ചകളുടെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലത്തേക്കുള്ള ഒരു വ്യത്യാസം ഉണ്ടാകാം. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കോൺഗ്രസിന് വരുന്ന വലിയ തകർച്ച. കോൺഗ്രസിന് തകർച്ച എന്ന് പറയാൻ പറ്റില്ല, വർഷങ്ങളായിട്ട് കോൺഗ്രസ് അങ്ങനെയാണ്. ആം ആദ്മി പാർട്ടി എന്ന് ഡൽഹിയിൽ തേരോട്ടം തുടങ്ങിയോ അന്ന് മുതൽ കോൺഗ്രസിന് അവിടെ ഒരു തകർച്ചയുണ്ട്. അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു, കോൺഗ്രസ് എത്രമാത്രം വോട്ട് കൂടുതൽ നേടുന്നു അത് ആം ആദ്മി പാർട്ടിക്ക് ദോഷമാകുമെന്ന്. മാത്രമല്ല, കോൺഗ്രസിനെ BJPയുടെ ബി ടീം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ പങ്കാളിയായ ആം ആദ്മി പാർട്ടിയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അവിടെ ഈ തോൽപ്പിക്കുന്നതിൽ ഒരു ഘടകമായി മാറുമോ എന്നുള്ളത് കൂടിയുണ്ടല്ലോ. നിശ്ചയമായി നോക്കൂ, ഈ ഇന്ത്യ സഖ്യം എന്നതിന് ഒരുപക്ഷെ അമിത പ്രാധാന്യമാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുക സ്റ്റേറ്റ് ഇലക്ഷനിൽ. കാരണം അത് ഒരു പരിധിവരെയെങ്കിലും നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്നത്, ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ തന്നെ ഒരു വിധത്തിലൊക്കെ അത് പ്രവർത്തിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. സ്റ്റേറ്റ് ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ സഖ്യം എന്നുള്ളത് വെറും പേരിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സഖ്യത്തിന്റെ എക്സിസ്റ്റൻസ് ഇല്ല. നേരത്തെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരു സീറ്റ് ഷെയറിംഗ് ധാരണയിലായിരുന്നുവെങ്കിൽ ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ BJP വിരുദ്ധ വോട്ടുകളാണ്. BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാനായിട്ട് ഏത് പാർട്ടി നിന്നാലും അത് BJPക്ക് അത്രത്തോളം സന്തോഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. കാരണം ഒരിക്കലും ഈ വോട്ട് പിടിച്ചുകൊണ്ട് പോയി അക്യൂമുലേറ്റ് ചെയ്തിട്ട് BJP വിരുദ്ധ വോട്ടുകൾ ഒരു പാർട്ടിയിലേക്ക് അക്യൂമുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കതിൽ വിഷമിക്കേണ്ടുന്ന കാര്യമുള്ളൂ. ആം ആദ്മി പാർട്ടി മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയും ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് പോലെ BJP അധികാരത്തിലേക്ക് വരികയും ചെയ്താൽ ഒരുപക്ഷെ അതിലെ ഒരു കിങ് മേക്കർ എന്ന് പറയുന്നത് ചിലപ്പോൾ കോൺഗ്രസ് തന്നെ ആയേക്കും. കാരണം ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികൾ പല സീറ്റുകളിലും ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നതെങ്കിൽ അവിടെ കോൺഗ്രസ് എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJP വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ ഒരു ചേരിയിലേക്ക് പോകുന്നതിന് പകരം അതിനെ ഭിന്നിപ്പിക്കാനായിട്ട് കോൺഗ്രസ് പരിശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു പരാജയത്തിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മറുപടി വേണം വിനോദ്. താങ്കൾ ഇന്നലത്തെ